കഴിഞ്ഞ ഉത്സവത്തിന് ആർക്കും തളയ്ക്കാൻ പറ്റാത്ത ഈ കാളെ, ഇവിടെയുള്ള സിംഹങ്ങളെ വരൂ, വന്ന് ഈ കാളയെ തളയ്ക്കൂ. சிங்கநடை போட்டு சிகரத்தில் ஏறு எம்பேரி படையப்ப இளவட்ட நடையப்ப என்னோட உள்ளதெல்லாம் விளங்குங்க படையப்பா 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 பாசமுள்ள மனிதனப்பா நான் மீச வச்ச குழந்தையப்பா ഇതാ വന്നു കഴിഞ്ഞു. കാളയെ തളയ്ക്കാൻ വേണ്ടി മഞ്ചേരി സിംഹം എത്തിക്കഴിഞ്ഞു. അടച്ചു വെക്കടാ റാസ്കൽ. ഈ കുട്ടൻ കാളെ അടക്കാൻ പോകുന്നത് എപ്പോഴാണ് നിന്നോട് പറഞ്ഞത്? പിന്നെ പാട്ടിലിട്ടുണ്ട് നടന്നു വന്നല്ലോ. പാട്ടിടാൻ ഞാൻ എന്നോട് പറഞ്ഞേ. ഞാൻ നടന്നു വന്നപ്പോ നീയൊക്കെ പാട്ടിട്ട് ഞാൻ ആ സമയത്ത് പെർഫോം ചെയ്തു വന്നു, അത്രേ ഉള്ളൂ. ചേട്ടാ വന്ന് കാളെ പിടിക്കും ചേട്ടാ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ മാനം പോകുന്നേ. കാള കുത്തി എന്റെ ജീവൻ പോണെന്നാണോ പറയുന്നത്? അപ്പൊ കാളെ പിടിച്ച് കെട്ടത്തില്ലല്ലേ? നീ പറഞ്ഞ കേക്കില്ലല്ലേ? ആരാടാ ഇങ്ങനൊക്കെ ചെയ്തത്? മര്യാദക്ക് പറയണം. ആഹാ, വളരെ മനോഹരം. പ്ലാൻ ചെയ്താ ഇങ്ങനൊക്കെ ചെയ്തത്. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് അറിയത്തില്ലല്ലോ. സിനിമാ പാട്ടിട്ടപ്പോ അതിന്റെ പിന്നിൽ ഇങ്ങനെ ചതി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എനിക്ക് ദേഷ്യം വന്ന് നീ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാടാ കാളെ. നോക്കില്ലടാ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അയ്യോ, കാള പേടിച്ച് ഓടിപ്പോയല്ലോ. ഇപ്പൊ ഞാൻ ഏത് ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും ഞാൻ പ്ലാനോട് കൂടി ഇറങ്ങാറുള്ളൂ. എവിടാടാ നിന്റെയൊക്കെ കാള? പോയ കാളയോട് വരാൻ പറയടാ. ചീറ്റപ്പം നല്ല കറവയുള്ള പശുവിനെ വാങ്ങിക്കാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ കാണാനില്ലല്ലോ. എന്താ ചേട്ടാ പശുവിനെ വേണോ? ദാ നിക്കുന്നത്. ഇതോ? അതിനെ തന്നെ തുണിയിട്ട് മൂടിയേക്കുന്നേ. പശു ആയതുകൊണ്ടാ. പശു ആയതുകൊണ്ടെന്നോ? ഡേയ്, അതുങ്ങള് സ്വാതന്ത്ര്യത്തോടെ ചുറ്റുന്നത് നിനക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലയോ? ആണ് പെണ്ണെന്ന് പറഞ്ഞോട് തുണി വെച്ച് മൂടിയേക്കുന്നു. നിന്റെ പറച്ചിൽ എന്തോ സംശയമുണ്ട്. സത്യമാ പറഞ്ഞ്. രാവിലെ 40, വൈകിട്ട് 40, ഉച്ചയ്ക്ക് 1 മണിക്ക് കുറഞ്ഞത് 20 ലിറ്ററെങ്കിലും കിട്ടും. ആകെ മൊത്തം 100 ലിറ്റർ. ഇത് കറവ പശുവെന്നോ അതോ പാല് കൊണ്ടിരുന്ന ടാങ്കൽ ലോറിയാണോ? നീ കള്ളം പറഞ്ഞ എന്നെ കളിപ്പിക്കാൻ നോക്കുവല്ല. ചേട്ടാ ഇതെന്റെ മുത്തശ്ശി സത്യമായിട്ട് ഇത് പശു തന്നെയാണ്. മുത്തശ്ശി സത്യമായിട്ടെന്നോ? ഏയ്, ഈ കോട്ട്, ഈ ഒട്ടീര്, നെറ്റിയിലെ പൊട്ട്, മുത്തശ്ശി എന്നൊക്കെ കേൾക്കുമ്പോ ഇത് വിത്തുകളെയാണോ? നീ മന്ത്രവാദിയല്ലടാ. ചേട്ടാ പശുവിന്റെ പേര് ചെല്ലമ്മേന്നാ ഇട്ടിരിക്കുന്നത്. ചെല്ലമ്മേന്നിട്ടാ ഞാനങ്ങ് വിശ്വസിച്ച് വാങ്ങിച്ചോണ്ട് പോടാ. എല്ലാം നോക്കിട്ടേ ഞാൻ വാങ്ങുള്ളൂ. വഞ്ചക. കാളെ പശു എന്ന് പറഞ്ഞതല്ലാതെ ചെല്ലമ്മേന്ന് പെണ്ണിന്റെ പേരിട്ടാന്നോടാ പറ്റിക്കാൻ നോക്കുന്നത്. തുണി പൊക്കി നോക്കിയില്ലേ? മര്യാദക്ക് എന്റെ ചെല്ലമ്മേ മേടിച്ചോണ്ട് പോയില്ലല്ലോ. ജീവനോടെ നീ നാട്ടിൽ പോയില്ല. പറ്റില്ലടാ. പറ്റില്ല. എന്റെ ചെമ്പകത്തിനെ തുണി പിടിച്ച് വലിച്ചു. എന്റെ ചെമ്പകം എന്ന് പറഞ്ഞ ആ പെണ്ണിനെ പിടിക്കുന്നേ. ബോർഡൊക്കെ നല്ലതുപോലെ മാറ്റുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഇട്ട തേയില നീ ഇതുവരെ മാറ്റിട്ടില്ല. ദേ മര്യാദക്ക് അവിടെ ഇരുന്നില്ല, ചായക്കകത്ത് തൂപ്പിയിട്ട് തരും. കാക്കയ്ക്ക് തൂറാൻ കണ്ട സ്ഥലം. കാക്കയ്ക്ക് വയറ്റിളക്കം വന്നാ തോന്നുന്നു. കഴുകാൻ ഇച്ചിരി വെള്ളം കിട്ടാ. ചേട്ടന്റെ ഷർട്ടിൽ വൃത്തികേട് കളിച്ച കാക്കട രക്തം കാണാതെ കല്ലും കാണാനില്ല, കാക്കയും കാണാനില്ല. കല്ല് കാണുന്നില്ലല്ലോ. കല്ലെന്നാലും എങ്ങോട്ടായിരിക്കും പോയത്? അയ്യോ, ഒന്നും മനസ്സിലാവില്ല. എന്താ അന്വേഷിക്കുന്നേ? അയ്യോ, കല്ലേ ചോര. കണ്ടോ ചോര. അണ്ണാ ഇതെന്താടാ? എടാ പെയിന്ററെ, എന്റെ അണ്ണന്റെ ദേഹത്താണ് പെയിന്റ്. രക്തത്തിനും പെയിന്റിനും നിനക്ക് വ്യത്യാസം അറിയത്തില്ലല്ലോ. കല്ല് മാറി അയാളെ തെറ്റിക്കൊണ്ടു. ഓ, എന്റെ ദേഹത്താണോടാ കല്ലെടുത്ത് എറിയുന്നേ? നിന്നെ ഞാൻ വെറുതെ വിടുന്നില്ല. ഇന്നിവിടെ എന്തെങ്കിലും സംഭവിക്കും. വേണ്ട തിളച്ച എണ്ണ ഒഴിക്കല. വേണ്ടടാ. എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? എന്തിനാടാ ഇങ്ങനെ നീ ദേഷ്യപ്പെടുന്നത്? കടലിച്ചിരി വെള്ളം എടുത്ത് ഒഴിക്കടാ. എവിടെടാ? ആ കണ്ണാസിലുണ്ടടാ.
വേഗം ഒഴിക്കടാ, നന്നായിട്ട് ഒഴിക്കടാ. വെള്ളം ഒഴിച്ചപ്പോ ഒന്നുകൂടെ കത്തുന്നടാ. അത് മണ്ണെണ്ണക്കന്നാ സാരത്തടാ, മണ്ട. മണ്ണെണ്ണയോ? എന്റെ ആദ്യം എന്താടാ പറയുന്നേ? മണ്ട. ഓടിക്കോ, ഓടിക്കോ, ഓട്. എന്തുവാടാ ഇത്? ഒരു കാക്ക ഒന്ന് തൂറിയതിനാണോ ഇത്രയും വലിയ ലഹള? 10 മിനിറ്റിനുള്ളിൽ ഒരു ചായക്കട നീയൊക്കെ കൂടെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയല്ലോടാ. ഇതെന്താടാ, ലോറിയാണോടാ? നീ എന്താ മാർക്കറ്റിൽ പോവാന്നോ? നീ എറണാകുളത്ത് വന്ന് നീ എന്താടാ മെട്രോ റെയിലിന്റെ പണിക്ക് പോവാന്നോ? പോടാ. മുതിർന്നവരൊക്കെ പോകുന്നിടത്ത് ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു വരുന്നേ, നമുക്ക് അന്നേരം കാണാം. വേലോ, എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വരായിരുന്നില്ലേ? സാരമില്ല. നീ കേസ് ജയിച്ചില്ലെങ്കിൽ ഞങ്ങളൊക്കെ അകത്തായിരിക്കും. കുട്ടാ, പൊട്ടനെ പോലെ സംസാരിക്കരുത്. നീ ഇത്രയൊക്കെ സംസാരിക്കുന്നല്ലോ. മഞ്ചേരിയിൽ നിന്ന് കാറിൽ വരുമ്പോ കാറിൽ ആയുധങ്ങളൊന്നും കൊണ്ടുവരരുതെന്ന് ഗവൺമെന്റിന് ഉത്തരവല്ലേ? നിങ്ങളൊക്കെ തൃശ്ശൂരിൽ എത്തുമ്പോ ചക്രപാണിയുടെ ആളുകൾ ആയുധങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാ എന്ത് ചെയ്യും? എന്റെ വർത്താനം കേട്ടിട്ട് കാശ് വാങ്ങിച്ചിട്ട് നീ തന്നെ ഒറ്റ കൊടുക്കുമെന്ന് തോന്നുന്നല്ലോ. ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പോ, കാണിക്കാം, പോ. കുട്ടൻ തള്ളാതെ. ഇതൊക്കെ എന്താ? കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സും വണ്ടിയിൽ ഒഴിക്കാൻ പറ്റും. പോലീസ് ചോദിച്ചാൽ അങ്ങനെ പറയുള്ളൂ. പക്ഷെ പ്രശ്നം ഉണ്ടായ ഈ കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് അതിനകത്ത് പെട്രോൾ ഒഴിച്ച് മുണ്ട് കീറി തിരിയാക്കി അത് കത്തിച്ചു വിട്ടാലേ 50 കിലോമീറ്ററിന് അപ്പുറത്ത് പോയി വീഴുവാൻ. ഇതാടാ, ഇതെന്താന്നറിയോ? ടോർച്ച് ലൈറ്റ്. നിനക്കാ ഇത് ടോർച്ച് ലൈറ്റ്? ശാസ്ത്രജ്ഞ ടോർച്ച് ലൈറ്റ്. പറഞ്ഞേക്കാം, ഫുൾ ഫോമില. 12 മണിക്കുള്ളിൽ ഈ പൈസ എല്ലാം ബാങ്കിൽ കെട്ടിയില്ലേ വേലു എന്നെ വെച്ചേക്കത്തില്ല. എടാ കുട്ടാ, ആദ്യം നീ എനിക്ക് തരാനുള്ള കാശ് വന്നിട്ട് ബാങ്കിൽ കൊണ്ട് ഇട്ടാ മതി. നിനക്ക് ഏത് പൈസയാണ് ഞാൻ തരാനുള്ള? എന്റെ ചായക്കട കത്തിച്ച് നാശമാക്കില്ലേ, അതിന് 50,000 രൂപ. നീ എടുത്തൊഴിക്കാൻ പറഞ്ഞിട്ടില്ലൂടെ, ഞാൻ എടുത്തൊഴിച്ചേ. അതുകൊണ്ട് സംഭവിച്ചല്ലേ ഇതൊക്കെ? വെള്ളമല്ലേ ഒഴിക്കാൻ പറഞ്ഞത്? നീ എന്തിനാ വെള്ളവും മണ്ണെണ്ണയും ഒരുപോലത്തെ ക്യാനി വെച്ചിരുന്നേ? ഡീസലും പെട്രോളും എന്തിനാ ഒരേപോലെ ടാങ്ക് വെച്ചിരിക്കുന്നത്? എന്താടാ റാസ്കൽ, കൊറേ നേരമായി നിന്റെ സംസാരം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ കട കത്തിച്ചത്. ഇന്ന് ഞാൻ നിന്നെ പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കും കേട്ടോ. നീ എന്നെ കത്തിക്കുമോടാ? കത്തിച്ച് കൊന്നുകളയും ഞാൻ. ഓ, നീ എന്നെ കൊല്ലുവല്ലേ? രാത്രി ഇരുട്ടിന്റെ മറയിൽ നിന്നെ ആൾക്കാരെ വെച്ച് ഞാൻ നീ എന്നെ ആളെ വെച്ച് കൊല്ലുവല്ലേ? ചെയ്യും. എന്താ ഇത്? ആരാ ഇവൻ? മൊബൈൽ ഫോൺ കൊറേ നേരമായിട്ട് മുഖത്തിന് നീ എന്നെ കൊല്ലുവല്ലടാ? ഹലോ ബ്രദർ, ഒന്നിങ്ങി വന്നേ. മൊബൈൽ വെച്ച് എന്താ ഈ കളി? അല്ല ചേട്ടാ, എനിക്ക് ജോലിയൊന്നും ഇല്ല. ശരി. ഇപ്പൊ ഇതിന്റെ കച്ചവടം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല, കൊള്ള, പീഡനം ഇതൊക്കെ ഓരോരുത്തരുടെ വായിന്ന് വീഴുന്നത് മൂലം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ CBI കൊണ്ട് കൊടുത്താണല്ലോ എനിക്കൊരു ചെറിയ എമൗണ്ട് കിട്ടും. CBI കൊടുത്ത് പൈസ വാങ്ങിക്കുവന്നു. ശരി, ഇവിടെ എന്ത് സംഭവിച്ചെന്നാ നീ ഇപ്പൊ പൈസ വാങ്ങിക്കാൻ പോകുന്നത്? ചേട്ടനല്ലേ പറഞ്ഞു ഇയാളെ ഇപ്പൊ കൊല്ലുമെന്ന്. ഞാനിവിടെ കൊല്ലത്തില്ലല്ലോ. ചേട്ടൻ ചെയ്തില്ലല്ലോ. ഞാൻ 4 പേരെ കൂട്ടി ഇയാളെ കൊന്നിട്ട് CBI കൊണ്ട് തെളിവ് കൊടുക്കും നീയാ കൊന്നതെന്നും പറഞ്ഞ്. നിന്റെ പദ്ധതി എന്താണെന്ന് വെച്ചാ പറ. സർക്കാർ എനിക്ക് തരുന്ന 1 ലക്ഷം രൂപ ചേട്ടൻ തരുവാണ്. ഈ ഫോൺ ഞാൻ ചേട്ടൻ എന്നിട്ട് പോകും. അങ്ങനെയാണ് എന്റെ 50,000 രൂപ മേടിച്ചാ ഞാൻ 10,000 രൂപ അങ്ങോട്ട് തരാം. 10,000? അപ്പൊ 1.5 ലക്ഷം രൂപ ചേർത്ത്. എന്നെ പറ്റിക്കാൻ നോക്കണ്ട, വേണ്ട. ഇത് രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷൻ എന്തിനാടാ സംസാരിച്ചോണ്ടിരിക്കുമ്പോ? പോലീസ് സ്റ്റേഷൻ എന്തിനാ? പിടിച്ചോ. എന്തിനാ ഇതിനടുത്ത് എറിയുന്നത്? ഡീസന്റ് ആയിട്ട് കൈ തന്നാ പോരെ? വാളിയാ, നമുക്ക് ഷെയർ ഇട്ട്. ദ്രോഹികളെ, ഇതുപോലെ എത്ര പേരുണ്ടാ? 2,000 രൂപ ഫോൺ 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച ആദ്യത്തെ പൊട്ടൻ ഞാനായിരിക്കും. ആരാടാ ഈ തലയെ കൂടെ തുണിയിട്ടിരിക്കുന്നത്? വേലു ആണോ അല്ലെങ്കിൽ ചിറ്റപ്പനായിരിക്കോ? വലിയൊരു കുഴപ്പമായല്ലോ. ശരി, മിണ്ടാതെ അകത്തോട്ട് പോയി നോക്കാം. ആരാകത്ത്? നീ എനിക്കൊരു സമാധാനം തരത്തില്ലേ? ഉടനെ അങ്ങ് പൊക്കി നോക്കണം. നോക്കിയേ, പൊതച്ച് എന്ത് ചെയ്യുന്നു നോക്കാൻ വേണ്ടി ഞാൻ അകത്തോട്ട് വന്നത്. അകത്ത് കയറി നോക്കാൻ റൂമാണോടാ? വിവരമില്ലാത്തവനെ. ആവി പിടിക്കുവാ. ആവി പിടിക്കണേ മുറിക്കത്തി പോയിരുന്ന് പിടിക്കുക, അല്ല ഹാളിൽ ഇരുന്നല്ലേ പിടിക്കേണ്ടത്. ആരോടാണ് നീ ഒച്ച സംസാരിച്ചത്? പറയുന്നവരെ അവന്മാരെ വിടാൻ പാടില്ല. അവന്റെ വീടും പനയും കത്തിച്ചവന്മാരൊക്കെ എവിടെടാ? പറയടാ. എങ്ങോട്ടാ ചേട്ടാ ഇത്ര സന്തോഷത്തിൽ പോന്നെ? ഇത് കണ്ടിട്ട് നിനക്ക് സന്തോഷം തോന്നുന്നു? അല്ല ചേട്ടാ, എപ്പോഴും മൂക്ക് നല്ല മനോഹരമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. തോട്ടത്തിലുള്ള പുളിയൊക്കെ പറിച്ച് ഉണക്കി അത് വിറ്റ് കാശാക്കി കൊണ്ടുവരാൻ പോവാ. മതിയല്ലോ, ഒന്ന് മാറങ്ങോട്ട്. അപ്പൊ കൊട്ട മതിയാവോ? എന്തേ? ഞാൻ പാത്രമാന്നോർത്ത് പറഞ്ഞതാ. നീ എന്തിനാ പാത്രം പറയുന്നേ? അവിടുത്തെ പാത്രമെന്നാ ചേട്ടാ പറഞ്ഞേ. ഒരു കാര്യം അതെന്തോടാ പാതിയിൽ പറയുന്നേ? നിനക്ക് കളിക്കാൻ വേറെ ആരെയും കിട്ടില്ലേ? ദോ അങ്ങോട്ടും നോക്കി, നിന്റെ ജീവനോട് വിടത്തില്ല. അത് കണ്ടില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു കോട്ടയം പാത്രം. ഞാൻ പോയിട്ട് വരട്ടെ. ചേട്ടാ, എന്താടാ 144 പ്രഖ്യാപിച്ചിരിക്കുക, സൂക്ഷിച്ചു പോണേ. എല്ലായിടത്തും പോലീസുകാരാ. പോലീസോ? ഞാൻ എത്ര പോലീസിനെ കണ്ടിട്ടുള്ളതാ? മിലിറ്ററിക്കാരെ വരെ ഞാൻ നേരിടുന്നവനാ. എന്റെ അടുത്ത് പോലീസ്. നീ ഏതാടാ? നിന്റെ വീട് എവിടാ? ഇവിടെ തന്നെ ഉള്ള കയ്യിലെന്താടാ? സാർ,
പുളിഗുരു എന്നാ പറഞ്ഞത്. ഓ, ഒന്നും പറയുന്ന അങ്ങോട്ട് കേക്കത്തില്ല. അതിനു മുമ്പ് ചെവകരണത്താ വീഴ്ക്കുന്നത്. ഇത് വെറും പുളിങ്കുരു അല്ലേ, ഇതിനെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഒരു 24 മണിക്കൂർ ഞാൻ ഇല്ലാത്തപ്പോ എന്തൊക്കെയോ സംഭവിച്ചു. 144 പ്രഖ്യാപിച്ചുകൊണ്ട് ആരും പുറത്തേക്ക് പോകാൻ പറ്റില്ല. പ്രധാനമായിട്ടും വാസു പോകാതെ നോക്കണം, കാരണം അവൻ ചക്രമണിയുടെ കൈ കുടുങ്ങാൻ പാടില്ല. ശാന്തി, ഇവിടെ വേലുവിന്റെ കൂടെ ഒരു ഡൂപ്പ് വന്നെന്ന് പറഞ്ഞു. എവിടെ അവൻ? ആരാ? നമ്മുടെ വാസു ചേട്ടനോ? വാസു ചേട്ടനോ? ഒരു കുത്തു തന്നുണ്ടല്ലോ. എവിടെ അവൻ? എടാ വാസു, അന്ന് എറണാകുളത്ത് കണ്ടപ്പോ താടി ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇവിടെ വന്ന് വേലുവിന്റെ വിട്ട് പൊട്ടും തൊട്ടുകൊണ്ട് നടക്കുന്നത്? അതെ, ഞാനാടാ വേലു. അപ്പൊ അവനാണോ വാസു? എടാ, എന്തിനാടാ എന്റെ ഷർട്ട് എടുത്തിട്ട്? അത് പിന്നെ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ആ ബസ്സിൽ പോയില്ലേ എന്ന് വെച്ച് നീ എന്റെ ഡ്രസ് ഇട്ട് എല്ലാരും പറ്റിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ 2 മാസത്തിൽ മരിച്ചു പോവേ. എന്താടാ പറയുന്നേ? അതേ മുത്തശ്ശി, എന്റെ ആർട്ടിൽ ഇത് ഇത്രയും വലിയ ഓട്ടം ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഹലോ, ഹൃദയം ഇത്രയേ ഉള്ളൂ, അതിലെന്തോ ഇത്രയും വലിയ ഓട്ടെ? ഡോക്ടറിന്റെ നമ്പർ ഇതാ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. എന്റെ ഹാർട്ടിൽ ഓട്ടം ഉണ്ട്, ഡോക്ടർ അവിടെ വെച്ച് തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തുപോയത്. ആ ഡോക്ടറിന്റെ വൈഫിന്റെ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ. അവരോട് ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. സോറി ശാന്തി, ഡോക്ടർ മരിച്ചു പോയി വരും അറിഞ്ഞ്. ഡോക്ടറുടെ ഭാര്യ അവിടെ വെച്ച് തന്നെ മരിച്ചു. നീ ആ ആശുപത്രിയിലെ നമ്പർ ഇങ്ങതാ, ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. എന്താ ചിറ്റേത്? ഡോക്ടറും വൈഫൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നഴ്സുമാരെല്ലാം കൂടി ആ ബിൽഡിംഗ് ഹോസ്പിറ്റലിൽ അടിച്ച് രോഗികളെയൊക്കെ റോഡിൽ കൊണ്ടുപോയി ഇട്ടു. ഗ്രാമത്തിലുള്ളവരൊക്കെ നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവരാണെന്നുള്ള വിചാരം നിനക്ക് വല്ലതും ഉണ്ടോ? എന്താടേ കുട്ടാ, അകത്ത് BP അധികമാണല്ലോ, ബോഡിയും വീക്കാ. യു ഷുഡ് ടേക്ക് കെയർ. ആരോടാടാ നീ വീക്ക് എന്ന് പറഞ്ഞത്? ഈ സ്റ്റീൽ ബോഡി കാണുമ്പോ നിനക്ക് വീക്ക് എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ അയ്യോ, ചിറ്റപ്പന്റെ കൈ കൊണ്ട് നിന്റെ പണി തീരും. ജയ് ഹിന്ദ്, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. വല്യമ്മായി വെച്ച ചട്നിയുടെ കളർ ചുവപ്പ്, ചെറിയമ്മായിയുടെ പുതിന ചട്നി പച്ച കളർ, പിന്നെ ചിറ്റപ്പന്റെ മനസ്സ് പോലെ നടുവിൽ വെള്ളയും. വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ. ഒന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് കണ്ടില്ലേ? ഈ വീട്ടിലുള്ളവർ ഒരു ദേശഭക്തിയെ എനിക്ക് വയ്യ. ചേട്ടാ, നല്ല ഉടുപ്പാ ചേട്ടാ. ഏ കുട്ടാ, കുട്ടാ, എടാ പൊട്ടാ. ഞാനാ ചേട്ടാ, വാ ചന്തയ്ക്ക് പോവാ. ചന്തയിലോ? എപ്പോഴും നമ്മൾ അടിതടിക്കല്ലേ പോന്നെ, ഇന്നെന്താ ചന്തയിലോട്ട്? വല്യച്ഛൻ ഒരു കാളയെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ശരി, ചെമ്പകൊന്നോ മറ്റൊരു പശുവിനെ വാങ്ങി കഥ പറയുന്ന കേട്ടല്ലോ. ഇതാരാ നിന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് എന്തിനാ ജീപ്പും കൊണ്ട് വന്നത്? അവന്റെ വീടിന്റെ മുമ്പിലാ കൊണ്ട് നിർത്തിയേക്കുന്നേ. ഇവൻ ചത്ത പശുവിനെ 10 വട്ടം വെട്ടുന്നവന് ഞാനില്ല, നീ വെക്കോ. എനിക്ക് കുറച്ച് നാളോട് ജീവനോട് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മോർണിംഗ് വാക്ക് കഴിഞ്ഞില്ലേ? നീ എങ്ങനെ അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു വന്നത്? അതൊക്കെ ഉണ്ട്. ആ എറണാകുളത്തുകാരൻ വാസു നിന്നെ എന്തോ ചെയ്തെന്നാ എനിക്ക് തോന്നുന്നത്. അവനെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ നിനക്ക് വാസുവിനെ കാണണം, അത്രയല്ലോ. കണ്ണടക്കേ, കണ്ണുറക്ക്. ഞാനാ വാസു. നീ വാസു? പോടാ. ഹേ, വേലുവിന് ഇംഗ്ലീഷ് അറിയാമോ? അറിയത്തില്ല. ഇപ്പൊ നോക്കിക്കോ. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, മൈ നെയിം ഇസ് വാസു. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, വാക്ക് ഇംഗ്ലീഷ്, ടോക്ക് ഇംഗ്ലീഷ്, സ്വിം ഇംഗ്ലീഷ്, ജമ്പ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്, ലോട്ട് ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ നീയാണോ വാസു? എടാ ദ്രോഹി, നീ വിചാരിച്ചതുപോലെ വേലുവിനെ കൊണ്ടുപോയല്ലോടാ. ഇന്ത്യയുടെ കൂട്ടായ്മ, സംസ്കാരം, അതേ ഇതെന്ന് പറഞ്ഞ് വീട്ടിലുള്ള ചിറ്റപ്പനെയും മുത്തശ്ശിയും പറ്റിച്ചതൊക്കെ ഇതിനു വേണ്ടി ആയിരുന്നോടാ. ചിറ്റപ്പനോട് പറഞ്ഞ് നിന്റെ കഥ കഴിച്ചില്ലെങ്കിൽ ഞാൻ ആനന്ദക്കുട്ടനല്ലടാ, രൗദ്രക്കുട്ടനാ. എടാ കൊരങ്ങേ, നീ ഓടിപ്പോയി പറയുന്നതിന് മുമ്പ് ഞാൻ ജീപ്പിൽ പോയി പറയും നീ ആ വേലുവിനെ അയച്ചെന്ന്. അവര് വിശ്വസിച്ചാലല്ലേ? വല്യച്ഛൻ നിന്നെ വിശ്വസിക്കോ അതോ വേലുവിനെ വിശ്വസിക്കും? അപ്പൊ എന്നല്ലേ വിശ്വസിക്കും? അത് നിനക്ക് മാത്രമേ അറിയൂ. മതി നിർത്താൻ. ഒരു പരിചയക്കാരനെ ഇങ്ങനെയാണോ അടിക്കുന്നത്? റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ അടിക്കുന്ന പോലെ അടിക്കുന്നത്. വേലു ചക്രവാണിന്റെ വീട്ടിൽ പോയപ്പോ നീയും കൂടെ പോയതല്ലേ? അപ്പൊ ആ ജീപ്പും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും അടിച്ചു നോർക്ക്. ടിങ്കറിങ് പഞ്ചറിങ് 10,000 ആവുന്നുണ്ടല്ലേ ചെയ്യാൻ. ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളായിരിക്കും ഉത്തരവാദി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെയാണോ ഇടിക്കുന്നത്? വയസ്സായ ആൾക്കാരാണല്ലോ. സിസ്റ്റർ റേഞ്ചിൽ ആരെയും കാണുന്നില്ലല്ലോ. ഹേയ് സ്വാതി, സുഖമാണോ? ഏട്ടത്തി നല്ല സുന്ദരിയാണ്. വാസുചേട്ടന് പറ്റിയ പെണ്ണ. നീയാണോ ശാന്തി? അതെ അതെ. சுட்டும் விழிச்சுடரே சுட்டும் விழிச்சுடரே എന്നൂലകം ഉന്നെ സുട്രു. ശാന്തി, ഏതായി കുതിരവാലൻ? എന്റെ ഫ്രണ്ട്. ഹായ്.
നിന്റെ പേരെന്താ? സ്വാതി. പേര് പറഞ്ഞ ജാതി എന്നാണോ പറഞ്ഞത്? അയ്യോ ജാതിയല്ല ചേട്ടാ, സ്വാതി. ഞങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ് വരെ മഞ്ചേരിയിൽ ഒന്നിച്ചാ പഠിച്ചത്. മഞ്ചേരിയിൽ എവിടെ പഠിച്ചേ? മഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ. അതെവിടെയാ? മഞ്ചേരിയില്. എന്താ കളിയാക്കുവാണോ? 7 സ്വാതി എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അറിയും. എന്ത് കാര്യത്തിന് വന്ന മോളെ? STVയിൽ നിന്ന് നാട്ടുപച്ച എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓഹോ. ശാന്തി, നിനക്കൊരു ചേട്ടനുള്ളതായി പറഞ്ഞിട്ടില്ലേ? അതെ, വേലിച്ചേട്ടൻ. ചേട്ടാ, ഇതെന്റെ ഫ്രണ്ട് സ്വാതിയാ. ഹലോ. നമസ്കാരം. ഇത് ഗ്രാമമാ. നിങ്ങളുടെ സ്റ്റൈലൊന്നും ഇവിടെ ചെലവാകില്ല. ഫേസ് കട്ടില് വീഴുമെന്ന് വിചാരിച്ച നോസ് കട്ട് കൊടുക്കുന്നു. ചേട്ടാ, പോകുന്ന വഴിയില് ഞങ്ങൾ അമ്പലത്തിന്റെ അവിടേക്ക് ഇറക്കി വിടുവോ? ഇതുപോലെ പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ടൊന്നും ഗ്രാമത്തിൽ കൂടെ നടക്കാനാവില്ല. നിന്റെ ഹാഫ് സാരി എടുത്ത് കൊടുക്ക, അതെടുത്തോണ്ട് വരട്ടെ. ശാന്തി, ഇത് വാസു തന്നെയല്ലേ? അതെ, നന്നായിട്ട് അഭിനയിക്കുക. അഭിനയാണോ? ശരി ശരി, ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കുവന്നോ? വന്ന് അന്ന് തന്നെ നീ കാണിക്കാൻ പോവാന്നോ? എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ചേച്ചിക്ക് ഇഷ്ടമുള്ള കറിയെ കുറിച്ച് പറയേ. ഇത് TV വരുമോ ചേച്ചി? തീർച്ചയായും വരും. എന്റെ കെട്ടിയോൻ ഇഷ്ടപ്പെട്ടത് മീൻകറിയാ. മീൻകറി വെക്കുമ്പോ മസാല കൈകൊണ്ട് അരച്ചേ വെക്കാവൂ. കടയിൽ നിന്ന് വാങ്ങുന്ന പൗഡറൊന്നും അതിനകത്ത് ഇടരുത്. എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിനേ ഇടാവൂ. തിളയ്ക്കുമ്പോ 2 പച്ചമുളക് ഇട്ടാ വളരെ നന്നായിരിക്കും കേട്ടാ. എന്താ? ഇങ്ങോട്ട് വാ. ഇവിടെ എല്ലാരും ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ആർക്കാ മോനെ ഫോൺ ചെയ്യുന്നേ? STD. ഏത് രാജ്യത്തേക്ക്? മഞ്ചേരി. മഞ്ചേരിയിലെ പുത്തമ്പറമ്പ്. പുത്തമ്പറമ്പിലെ മേലത്തെരുവ്. മേലത്തെരുവിലെ താഴെടുത്ത്. എന്താ ഇത്? നീ പറഞ്ഞ അഡ്രസ് ഈ വീടല്ലേ? ആര് പറഞ്ഞു അല്ലെന്ന്? അപ്പൊ ആർക്കാ നീ ഫോൺ ചെയ്തേ? ഈ പെണ്ണിനാ. എടാ ദ്രോഹി, ഒരു മുറിക്കകത്തിരുന്നാന്നോ ഫോണ്? വിളിച്ചങ്ങോട്ട് മാറ്റി നിർത്തി സംസാരിക്കരുതോ? സ്വാതി, ഒരു പ്രധാന കാര്യം. ചക്രപാണിയുടെ വീട്ടിൽ പോയി അയാളുടെ ഭാര്യ ഇന്റർവ്യൂ ചെയ്യണം. നിന്റെ STV ടീമിനെയും കൂട്ടി. കുട്ടാ, താൻ ഇവരെയും കൊണ്ട് പോകണം. ഇങ്ങോട്ട് നോക്ക. അങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്റെ ജീവൻ കളയാനല്ലേ നീ നോക്കുന്നത്? വേണ്ട. വാ ചേട്ടാ, ഇദ്ദേഹം ഉണ്ടല്ലോ. അവൻ കാണും, പക്ഷെ ഞാൻ കാണത്തില്ല അവിടെ. ധൈര്യമായിട്ട് പോ. ധൈര്യമുള്ളവരൊക്കെ ഇവിടെ തന്നെ നിന്നു. ധൈര്യമില്ലാത്ത എന്നോട് ധൈര്യമാ പോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടേക്ക്. ശരി, അയാൾ ഇല്ലാതെ നേരം നോക്കി പോ. അവൻ ഇല്ലെന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാം? അയാളോട് ഫോൺ ചെയ്ത് ഈ പറഞ്ഞ ശരി. എന്താ പറഞ്ഞേ? അവനോട് ഫോൺ ചെയ്ത് ചോദിക്കാനോ? എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? രാവിലെ ദോശയുടെ കൂടെ സാമ്പാർ ഇച്ചിരി കൂടി പോയി ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വയറ്റിൽ ഇപ്പോഴും മോട്ടർ ഓടുന്നു. അവൻ വേലുവിന്റെ ബന്ധുവാ. ഇവനെ നമ്മൾ പൊക്കിയാൽ ചേട്ടന് വളരെ സന്തോഷമാകും. ഒന്ന് കക്കൂസി പോകാൻ പോലും ഇവന്മാര് സമ്മതിക്കുന്നില്ല. അയ്യോ, എന്നെ വെറുതെ വിടണേ. ചെയ്യരുത് ഈശ്വരാ, എന്നെ രക്ഷപ്പെടുത്തേ. വൈക്കോലിന്റെ പുറത്തല്ലേ ഇരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത്രയും പേടിയുള്ളവന്മാര് പിന്നെ എന്തിനാ എന്റെ പുറകിൽ വന്നേ? എടാ പാമ്പടാ പൊട്ട. പാമ്പോ? എവിടെ? അടുത്ത് നോക്കടാ. പാമ്പ്, ചെമ്പ്, പാമ്പ്. സാമ്പാർ കൂടുതൽ കഴിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നേ? അവൻ എങ്ങോട്ട് പോയി കാണുന്നില്ലല്ലോ. അവനല്ലേ രക്ഷപ്പെട്ടു പോയുള്ളൂ. വന്നതല്ലേ. എന്തായാലും ഈ കരിമ്പുംകാട് അങ്ങ് നമുക്ക് കത്തിച്ചേക്കാം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നമുക്ക് സമ്മാനം ഒരു തീരുമാനമാകാതെ പോയില്ലെന്നാ തോന്നുന്നത്. നമ്മൾ എങ്ങനെയാണ് കത്തിക്കുന്നത്? നമ്മുടെ പെട്രോളും ഇല്ല, മണ്ണെണ്ണയും ഇല്ല. ഈ കോലം കത്തിച്ച് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാണല്ലോ കരിമ്പുംകാട് അന്നേരം കത്തി എരിഞ്ഞു പോകും. സൂപ്പർ ഐഡിയ. ഓടുവാണെങ്കിൽ വെട്ടുമില്ലെങ്കിൽ കൊളുത്ത്. യുവമാരുടെയൊക്കെ കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കത്തിക്കാൻ പോകുന്നു. കത്തിക്കല്ലേ. അളിയ ഇങ്ങോട്ട് നോക്കിയോ കോലം എങ്ങനെ കത്താൻ പോകുന്നു കണ്ടോ? മാത്രമേ കത്താറുള്ളായിരുന്നു. ഇപ്പൊ അവിടെയും കത്തിച്ചു കളഞ്ഞു. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തോ? കുട്ടാ ചാടിക്കോ.